പാണക്കാട് തങ്ങൾ മാത്രമാണോ ആധ്യാത്മിക ആചാര്യൻ എന്ന ചോദ്യമുയർത്തുകയാണ് കെ സുരേന്ദ്രൻ. മറ്റു സമുദായ നേതാക്കളെല്ലാം കൊള്ളാത്തവരാണോ? കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാക്കൾക്ക് പോലും പാണക്കാട് തങ്ങളെ കണ്ട് അനുഗ്രഹം വാങ്ങേണ്ടെന്ന സ്ഥിതിയെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. എന്തുകൊണ്ടാണ് പാണക്കാട് തങ്ങളെ മാത്രമായി കാണുന്നത്? മറ്റു സമുദായ നേതാക്കളെല്ലാം അനുഗ്രഹം തേടാൻ കൊള്ളാത്തവരാണോ? മതഭീകരവാദ ശക്തികൾക്കും ലീഗിനും കോൺഗ്രസ് അടിമപ്പെട്ടു എന്നതിന്റെ തെളിവാണിതെന്നും സുരേന്ദ്രൻ വിമർശിച്ചു. എന്തുകൊണ്ടാണ് ഈ നേതാക്കളൊന്നും മറ്റ് മതസാമുദായിക നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത്? കേരളത്തിൽ പാണക്കാട് തങ്ങൾ മാത്രമാണോ ആധ്യാത്മിക ആചാര്യനായിട്ടുള്ളത്? മറ്റു സമുദായ നേതാക്കന്മാരെല്ലാം അനുഗ്രഹം തേടാൻ കൊള്ളാത്തവരാണോ? പോപ്പുലർ ഫ്രണ്ടും പാണക്കാട് തങ്ങളും മാത്രം മതി തെരഞ്ഞെടുപ്പ് ജയിക്കാനെന്നാണോ കോൺഗ്രസ് വിചാരിക്കുന്നത്? മതഭീകരവാദ ശക്തികൾക്കും ലീഗിനും കോൺഗ്രസ് അടിമപ്പെട്ടു എന്നതിന്റെ തെളിവാണത്. പാണക്കാട് തങ്ങൾ ഘടകകക്ഷിയുടെ നേതാവായിട്ടാണ് പോയി കണ്ടതെന്നാണ് കോൺഗ്രസുകാരുടെ അടക്കം പറച്ചിൽ. ജെ ജോസഫ് ഘടകകക്ഷി നേതാവാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കാണാൻ കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാക്കൾ തയ്യാറാവാത്തത്? ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയോ സുകുമാരൻ നായരെയോ വെള്ളാപ്പള്ളി നടേശനെയോ പുന്നല ശ്രീകുമാറിനെയോ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. ഇത്രയധികം ലജ്ജാകരമായ നിലയിലേക്ക് കോൺഗ്രസും അതിന്റെ നേതൃത്വവും എത്തിയത് എന്തുകൊണ്ടാണ്? കെ മുരളീധരനും DCC പ്രസിഡന്റ് തങ്കപ്പനും പറയുന്നത് തങ്ങൾക്ക് ഇതേക്കുറിച്ച് അറിയില്ല എന്നാണ്. എന്നാൽ കെ മുരളീധരനെ പോയി കണ്ട് അനുഗ്രഹം തേടി കോൺഗ്രസിലെ ഒരു കൂട്ടർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ഷാഫി പറമ്പിലും VD സതീശനും കോൺഗ്രസിനെ ഒരു കൂട്ടരുടെ തലയിൽ കൊണ്ടുപോയി കെട്ടിയിരിക്കുകയാണ്. പാലക്കാട് SDPIയുടെ വോട്ട് വേണ്ടെന്ന് പറയാനുള്ള ആർജവം സതീശൻ ഇതുവരെ കാണിച്ചിട്ടില്ലെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. SDPIയുടെ നോട്ടീസുമായി വീട് കയറാൻ സതീശന് നാണമില്ലേ? മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കാൻ മുസ്ലിം സംഘടനകൾ സർക്കാരിനെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും സുരേന്ദ്രൻ ആരോപിച്ചു.